പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് ശരി, സൂര്യഗായത്രി പറയുന്നത് നമുക്ക് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല. അവിടെ ആ ബഹളത്തിനിടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ നിലവിലിപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ. വലിയൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ കടന്നിട്ടില്ല. എന്നാൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അവർ കടന്നിരിക്കുന്നു. KSRTC ബസ്സിലും മറ്റും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സർക്കാരിൻ്റെയൊക്കെ പോസ്റ്ററുകൾ കീറി നശിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കേൾക്കാമോ? കടുത്ത പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് UDFന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിനെ KSU ആക്രമിച്ചു എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പല സ്ഥലങ്ങളിലുമായിട്ട്, അതായത് സംസ്ഥാനത്ത് വെച്ചിരുന്ന പുതുയുഗ യാത്രയുടെ ഉൾപ്പെടെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ അത് തകർത്തത് വലിച്ചു കീറി നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം കൊല്ലം ചിന്നക്കട ജംഗ്ഷനിൽ നടത്തിയിരിക്കുന്നത്. അതായത് വരുന്ന KSRTC ബസ്സുകളിലൊക്കെ തന്നെ ഒട്ടിച്ചിട്ടുള്ള സർക്കാർ പോസ്റ്ററുകൾ വലിച്ചു കീറിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ പ്രതിഷേധം ഉയർത്തുന്നത് എന്നുള്ളതാണ്. ഈ ബസ്സുകളിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകളിലെ മുഖ്യമന്ത്രിയുടെ പടം അതിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊല്ലത്താണെങ്കിൽ DCC ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന പുതുയുഗ യാത്രയുടെ അടക്കം ഫ്ലെക്സ് ബോർഡുകൾ തകർക്കുകയും അതിന്റെ ആ തകർക്കപ്പെട്ട ബോർഡുകളെ DCC ഓഫീസിനകത്തേക്ക് തന്നെ വലിച്ച് എറിഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു.